ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. പ്രത്യാശയുടെ സന്ദേശവുമായി ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുന്നു. സംസ്ഥാനത്തെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളും. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ലഹരി ബന്ധത്തിൽ നടൻ ഷൈൻ ടോം ചാക്കോയെ നാളെ വീണ്ടും ചോദ്യം ചെയ്യും. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ ആർക്കും പ്രത്യേക പരിഗണനയില്ലെന്ന് മന്ത്രി എം.ബി. രാജേഷ്. സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് പാർട്ടി എംപിമാർ നടത്തിയ പരാമർശങ്ങളെ തള്ളി ബിജെപി, ആവർത്തിക്കരുതെന്ന് നിർദ്ദേശം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് ബംഗളൂരുവിനെയും മുംബൈ ചെന്നൈയെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 22, 23 തീയതികളിൽ സൌദി അറേബ്യ സന്ദർശിക്കും. ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാകുമെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി പറഞ്ഞു. പശ്ചിമേഷ്യയിലെ വിഷയങ്ങൾ, ഇന്ത്യ ഗൾഫ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി, സമുദ്ര സുരക്ഷ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യും. പ്രധാനമന്ത്രി മോദിയുടെ 3ാമത്തെ സൌദി സന്ദർശനമാണിത്. നാളെ രാത്രി ഡൽഹിയിൽ നിന്ന് പുറപ്പെടുന്ന പ്രധാനമന്ത്രി മറ്റന്നാൾ പുലർച്ചെ ജദ്ദയിലെത്തും. ജദ്ദയിൽ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനുമായി ചേർന്ന് തന്ത്രപ്രധാന പങ്കാളിത്ത കൌൺസിൽ യോഗത്തിൽ പങ്കെടുക്കും. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം 1947 ഔപചാരികമായി സ്ഥാപിതമായ ഇന്ത്യ സൌദി അറേബ്യ നയതന്ത്ര ബന്ധം 78 വർഷത്തെ ചരിത്രത്തിലുടനീളം നിർണായക നാഴികക്കല്ലുകൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. 1955 കിങ് സൌദിന്റെ സന്ദർശനത്തിലാണ് തുടക്കമെങ്കിലും കിങ് അബ്ദുള്ളയുടെ 2006 സന്ദർശനമായപ്പോൾ 21ാം നൂറ്റാണ്ടിലെ സഹകരണത്തിനുള്ള അടിത്തറ പാകി. പ്രാദേശിക സ്ഥിരത, ഊർജ്ജ സുരക്ഷ, സാമ്പത്തിക സഹകരണം എന്നീ ഉഭയകക്ഷി താൽപര്യങ്ങൾക്ക് വിധേയമായി 2010 ഇരു രാജ്യങ്ങളും ബന്ധം തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്തി. ദുബായിൽ നിന്നും പ്രസാർ ഭാരതി പ്രതിനിധി വിനോദ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. 2016 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സൌദി അറേബ്യയിലേക്കുള്ള ആദ്യ സന്ദർശനം ഇരുകക്ഷി ബന്ധങ്ങളിൽ ഒരു പുതിയ വഴിത്തിരിവിന് കാരണമായി. ഈ യാത്രയിൽ കിങ് സൽമാൻ രാജ്യത്തിന്റെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയായ കിങ് അബ്ദുല്ലാസീസ് സാഷ് പ്രധാനമന്ത്രി മോദിക്ക് നൽകി. 2019 കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഫെബ്രുവരിയിൽ ഇന്ത്യ സന്ദർശിച്ചപ്പോഴും അതേ വർഷം ഒക്ടോബറിൽ മോദിയുടെ തിരിച്ചുള്ള സന്ദർശനത്തോടുകൂടിയും ഈ ബന്ധം കൂടുതൽ പക്വതയിലെത്തി. അതേ വർഷം തന്നെ തന്ത്രപ്രധാന പങ്കാളിത്ത കൌൺസിൽ സ്ഥാപിക്കപ്പെട്ടു. ഇരു നേതാക്കളുടെയും ഏറ്റവും അടുത്ത കൂടിക്കാഴ്ച 2023 സെപ്റ്റംബറിൽ ന്യൂഡൽഹിയിൽ വച്ച് നടന്ന G20 ഉച്ചകോടിയിലായിരുന്നു. അവിടെ സൌദി കിരീടാവകാശി ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴിയുടെ ഉദ്ഘാടനത്തിലും പങ്കെടുത്തിരുന്നു. ഉയിർപ്പിന്റെ പ്രത്യാശയിൽ ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുന്നു. പീഡാനുഭവങ്ങൾക്കും കുരിശുമരണത്തിനും ശേഷം യേശു ഉയിർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മ പുതുക്കി ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷയും നടന്നു. 50 നോമ്പ് പൂർത്തിയാക്കി സ്നേഹ സന്ദേശവുമായാണ് വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ദർശനങ്ങൾ സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും പാത പിന്തുടരാൻ മനുഷ്യരാശിയെ പ്രചോദിപ്പിക്കുന്നുവെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ദുർബലരുടെ ക്ഷേമത്തിനായുള്ള പ്രതിബദ്ധത പുതുക്കാനും ഉപാധികളില്ലാത്ത സ്നേഹത്തിന്റെ സന്ദേശം ഉൾക്കൊള്ളാനും ഈ പുണ്യദിനം നമുക്ക് പ്രചോദനമേകുന്നതായി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ പറഞ്ഞു. ഈ പുണ്യസന്ദർഭം ഓരോ വ്യക്തിയിലെയും പ്രത്യാശയെയും നവീകരണത്തെയും അനുകമ്പയെയും പ്രചോദിപ്പിക്കട്ടെയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസിച്ചു. പാവപ്പെട്ടവരെയും നിരാലംബരെയും സേവിക്കാൻ ഓരോരുത്തരെയും ഈ ആഘോഷം പ്രചോദിപ്പിക്കുന്നുവെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പറഞ്ഞു. ഈസ്റ്റർ നന്മയ്ക്കും നീതിക്കും വേണ്ടിയുള്ള ഒരു പോരാട്ടവും വെറുതെയാകില്ലെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നതായും പുതിയ കേരളം കെട്ടിപ്പടുക്കുന്നതിനുള്ള കൂട്ടായ ശ്രമത്തിന് ഊർജ്ജം പകരുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയനും ആശംസകൾ നേർന്നു. യേശുക്രിസ്തുവിന്റെ ഉയിർത്തെഴുന്നേൽപ്പ് ദിനത്തിൽ കണ്ണൂർ ജില്ലയിലെ ദേവാലയങ്ങളിൽ അതിരാവിലെ മുതൽ തിരുകർമ്മങ്ങൾക്ക് തുടക്കമായി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ.ഒ. ശശിധരൻ. ജില്ലയിലെ വിവിധ ദേവാലയങ്ങളിൽ പുലർച്ചെ മുതൽ തന്നെ പ്രത്യേക പ്രാർത്ഥനകളും ദിവ്യബലിയും നടന്നു. തലശ്ശേരി സെന്റ് ജോസഫ് കത്തീഡ്രലിൽ പുലർച്ചെ 3 മണിക്ക് ആരംഭിച്ച തിരുകർമ്മങ്ങൾക്ക് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ളാനി നേതൃത്വം നൽകി. സഹജീവികളോട് കരുണ കാണിക്കാൻ നാം സ്വയം പ്രാപ്തരാവണമെന്ന് അദ്ദേഹം പ്രാർത്ഥനായോഗത്തിൽ പറഞ്ഞു. കണ്ണൂർ ബർണശ്ശേരി ഹോളി ട്രിനിറ്റി കത്തീഡ്രലിൽ ഉയിർപ്പിന്റെ ദൃശ്യാവിഷ്കാരമുണ്ടായി. ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കന്തല മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തെക്കി ബസാർ ഹോളി ഫാമിലി ചർച്ച്, ശ്രീപുരം സെന്റ് മേരീസ് ചർച്ച്, മെലേച്ചുവ സെന്റ് ഫ്രാൻസിസ് അസീസി ചർച്ച് എന്നിവിടങ്ങളിൽ പ്രാർത്ഥനായോഗങ്ങളിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു.
ഈസ്റ്റർ ദിനത്തിൽ തൃശൂരിലെ പുത്തൻപള്ളിയും ഒല്ലൂർ പള്ളിയും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സന്ദർശിച്ചു. തൃശൂർ അതിരൂപത ബിഷപ്പ് ഹൌസിലെത്തിയ സുരേഷ് ഗോപിയെ ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് സ്വീകരിച്ചു. ഇരുവരും ഈസ്റ്റർ ആശംസകളും മധുരവും കൈമാറി. കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന ഏക മലയാളി ചേറ്റൂർ ശങ്കരൻ നായരുടെ വീടും സുരേഷ് ഗോപി സന്ദർശിച്ചു. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് സന്ദർശനമെന്നും അദ്ദേഹം പറഞ്ഞു. ഈസ്റ്റർ ദിനത്തിൽ കർദിനാൾ മാർ ആലഞ്ചേരിയെ സന്ദർശിച്ച് ആശംസകൾ നേർന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. പാളയം ലൂർദ് ഫെറോന പള്ളിയിലെത്തിയാണ് അദ്ദേഹം ആലഞ്ചേരിയെ കണ്ടത്. അനൌപചാരിക കൂടിക്കാഴ്ചയായിരുന്നു ഇതെന്ന് കർദിനാൾ മാർ ആലഞ്ചേരി പറഞ്ഞു. വഖഫ് ബില്ല് നടപ്പിലാകുന്നതോടെ മുനമ്പം പ്രശ്നത്തിൽ പരിഹാരമുണ്ടാകുമെന്നാണ് വിശ്വാസമെന്ന് ശ്രീ രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. സുപ്രീം കോടതിയെയും ചീഫ് ജസ്റ്റിസിനെയും കുറിച്ച് പാർട്ടി എംപിമാരായ നിഷികാന്ത് ദുബെയും ദിനേശ് ശർമ്മയും നടത്തിയ വിവാദ പരാമർശങ്ങൾ തള്ളി ബിജെപി. അത്തരം പരാമർശങ്ങൾ നടത്തരുതെന്ന് ഇരുവരോടും പാർട്ടി ആവശ്യപ്പെട്ടു. ജുഡീഷ്യറിയെ ബഹുമാനിക്കുകയും ഉത്തരവുകളും നിർദ്ദേശങ്ങളും സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ് ബിജെപിയെന്ന് ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ വ്യക്തമാക്കി. ലഹരിക്കെതിരെ സംസ്ഥാന സർക്കാർ കർക്കശമായ നിലപാടുമായി മുന്നോട്ടു പോകുമെന്ന് മന്ത്രി MB രാജേഷ്. പോലീസും എക്സൈസും യുദ്ധസന്നാഹത്തോടെയാണ് ലഹരിക്കെതിരെ പ്രവർത്തിക്കുന്നത്. സെലിബ്രിറ്റിയെന്നോ സിനിമാ മേഖലയെന്നോ ഉള്ള പ്രത്യേക പരിഗണനകളൊന്നും ഉണ്ടാവില്ലെന്നും ലഹരി ഉപയോഗത്തിനെതിരെ സമൂഹത്തെ അണിനിരത്തുമെന്നും ശ്രീ രാജേഷ് പറഞ്ഞു. ഇപ്പോൾ ലഹരിക്കെതിരായി പോലീസും എക്സൈസും യുദ്ധസന്നാഹത്തോടുകൂടി തന്നെയാണ് ലഹരിയെ നേരിടുന്നതും അടിച്ചമർത്തുന്നതും. അതിൽ ഏതെങ്കിലും ഒരു മേഖലയ്ക്ക് പ്രത്യേക പരിഗണനയോ ഇളവോ ഇല്ല എന്ന കാര്യം പലതവണ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ലഹരിയിൽ നിന്ന് പൂർണ്ണമായും നാടിനെ മോചിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. സിനിമാ മേഖലയെന്നോ സെലിബ്രിറ്റിയെന്നോ ഉള്ള പരിഗണനയും ഉണ്ടാവില്ല. ഇതിനെ ഒരു സാമൂഹിക വിപത്തായിട്ടാണ് കാണുന്നത്. ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ കർക്കശമായി കൈകാര്യം ചെയ്യും. അതേസമയം ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഇന്നലെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ച നടൻ ഷൈൻ ടോം ചാക്കോയെ നാളെ വീണ്ടും ചോദ്യം ചെയ്യും. എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരായ ഷൈനെ 3 മണിക്കൂറിലേറെ ചോദ്യം ചെയ്തതിന് ശേഷമാണ് ഇന്നലെ അറസ്റ്റ് ചെയ്തത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു. കേരള സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി 4 മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ മേഖലാ അവലോകന യോഗം നടക്കും. ജില്ലാതല യോഗങ്ങൾക്ക് പുറമെയാണിത്. തിങ്കളാഴ്ച കാസർകോടാണ് വാർഷികാഘോഷത്തിന്റെ തുടക്കം. മെയ് 30 വരെ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. വാർഷികത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ സംവാദ പരിപാടി എല്ലാ ജില്ലയിലും നടത്തും. വയനാട് പരൂർകുന്ന് പുനരധിവാസ മേഖലയിലെ ഭൂരഹിതരായ 123 പട്ടികവർഗ കുടുംബങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൊവ്വാഴ്ച താക്കോൽ കൈമാറും. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ചടങ്ങ്. മേപ്പാടി, മുട്ടിൽ, മൂപ്പൈനാട് ഗ്രാമപഞ്ചായത്തുകളിലെ ഭൂരഹിതരായ കുടുംബങ്ങൾക്ക് 10 സെന്റ് ഭൂമിയിൽ 6 ലക്ഷം രൂപ ചെലവിലാണ് വീടുകൾ നിർമ്മിച്ചത്. സഹകരണ എക്സ്പോയുടെ 3ാം എഡിഷന് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. കനകക്കുന്ന് കൊട്ടാര മൈതാനത്താണ് 10 ദിവസം നീണ്ടുനിൽക്കുന്ന പ്രദർശന വിപണന മേള നടക്കുക. എക്സ്പോയുടെ ഉദ്ഘാടനം ഈ മാസം 23 മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. 2025 അന്തർദേശീയ സഹകരണ വർഷമായി പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായി കൂടിയാണ് ഇത്തവണത്തെ എക്സ്പോ സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരളീയ സമ്പദ് വ്യവസ്ഥയുടെ പുരോഗതിയിൽ സഹകരണ സംഘങ്ങളുടെ സംഭാവന വിലയിരുത്തുക, ഈ മേഖല പടുത്തുയർത്തിയ മാതൃകകൾ, സാമൂഹിക സാമ്പത്തിക വികസനം ലക്ഷ്യമാക്കിയുള്ള പ്രസ്ഥാനത്തിന്റെ വിജയഗാഥകൾ എന്നിവ സമൂഹത്തിലെത്തിക്കുക എന്നിവയാണ് എക്സ്പോയിലൂടെ ലക്ഷ്യമിടുന്നത്. 70,000 സ്ക്വയർ ഫീറ്റ് എയർ കണ്ടീഷൻ ചെയ്ത 260 സ്റ്റാളുകളിലായി 400-ൽ പരം സഹകരണ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണിയും മേളയുടെ ഭാഗമായി നടക്കും. മന്ത്രി P. പ്രസാദിന്റെ നേതൃത്വത്തിൽ അമൃത ആശുപത്രിയുടെ സഹകരണത്തോടെ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും. മെയ് 4-ന് ചേർത്തല ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്യാമ്പ്. രജിസ്ട്രേഷൻ ആരംഭിച്ചു. കോന്നി ആനക്കൂട്ടിൽ കോൺക്രീറ്റ് തൂൺ മറിഞ്ഞു വീണ് മരിച്ച അടൂർ കടമ്പനാട് വടക്ക് തോയിപ്പാട്ട് അഭിരാം ഭവനിൽ അജിയുടെയും ഷാരിയുടെയും 4 വയസ്സുകാരൻ മകൻ അഭിരാമിന്റെ സംസ്കാരം ഇന്നുച്ചയ്ക്ക് വീട്ടുവളപ്പിൽ നടക്കും. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. പഞ്ചാബ് ബംഗളൂരുവിനെയും മുംബൈ ചെന്നൈയെയും നേരിടും. ഇന്നലെ നടന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ലക്നൌ സൂപ്പർ ജയന്റ്സ് 2 റൺസിന് വിജയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രത്യാശയുടെ സന്ദേശവുമായി ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുന്നു. സംസ്ഥാനത്തെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളും. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും.
ലഹരി ബന്ധത്തിൽ നടൻ ഷൈൻ ടോം ചാക്കോയെ നാളെ വീണ്ടും ചോദ്യം ചെയ്യും. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ ആർക്കും പ്രത്യേക പരിഗണനയില്ലെന്ന് മന്ത്രി എം പി രാജേഷ്. സുപ്രീംകോടതിയുമായി ബന്ധപ്പെട്ട് പാർട്ടി എംപിമാർ നടത്തിയ പരാമർശങ്ങളെ തള്ളി ബിജെപി ആവർത്തിക്കരുതെന്ന് നിർദ്ദേശം. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് ബംഗളൂരുവിനെയും മുംബൈ ചെന്നൈയെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.